ഹലോ ഗായ്സ്, നേനസ് വ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാനും ഒക്കെ കൂടി ഇന്ന് ട്രിവാൻഡ്രം വരെ പോവുകയാണ്. നമ്മുടെ റിത്തയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചടയമംഗലത്തെ ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു ഷാർജയും ബർഗറും ഓർഡർ ആക്കി. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചടയമംഗലത്തെ സ്പോട്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ജഡായിപ്പാറയല്ലേ. ഇവിടെ റോഡ് സൈഡിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എത്താറായപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എത്തുകയും മിക്കുകയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നേ. അങ്ങനത്തെ ഞങ്ങൾ ഇവിടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന്. ചൂട് സമയമായതുകൊണ്ട് ഒരുപാട് ഒഴുക്കുണ്ടായിരുന്നില്ല വെള്ളത്തിന്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമുക്ക് നേരെ നടന്ന് അതിൻ്റെ സെൻറ്ററിലോട്ട് പോകാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായത് എവിടെയാണെന്നുള്ള കാര്യം? ഇത് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ആറാണ്. ഇത് ഈ കാണുന്ന വ്യൂ കണ്ടില്ലേ, നമ്മൾ ഈ ആറിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം നിന്ന് വെള്ളത്തിൽ നിന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അത് ഇവരൊക്കെ എൻ്റെ കൂടെ വന്നവരാണ്. എല്ലാവരും വെള്ളത്തിൽ നിന്ന് അടിച്ച് വിളിക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഇവർ രണ്ടുപേരും എൻ്റെ ഇത്താമാരുടെ മക്കളാണ്. ഐഷും പാത്തു എന്നാണ് അവരുടെ പേര്. പിന്നെ ഞങ്ങളിത് കുറച്ച് നേരം അവിടെ നിന്ന് അടിച്ച് പൊളിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ ഇത്തയുടെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണേ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ പോരാത്തതിന് നല്ല മഴയുണ്ടായിരുന്നേ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ചെടിക്കട കണ്ടു. അങ്ങനെ പിന്നെ അവിടെ കയറി ചെടികളൊക്കെ നോക്കി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റോസയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുവഴി പോയ ചെടിക്കടകളിലെല്ലാം വെറൈറ്റി ആയിട്ട് നിന്നിരുന്ന ഒരു പ്ലാന്റ് ബൊഗെയിൻ വില്ലയാണ് കേട്ടോ. പല കളറിലും പല വെറൈറ്റീസും ഷോപ്പുകളിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് റോസാ ചെടിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ഗൈസ്.